നിനക്ക് ക്യൂവിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമാണെന്നാണ് ക്രിസ് അവനോട് മറുപടി പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ പീറ്റിന് ദേഷ്യം വരുന്നുണ്ട്. ഞങ്ങൾ ഏത് സ്റ്റേജ് വരെ എത്തിയെന്നല്ല നിനക്ക് അറിയേണ്ടത്. എന്നാൽ കേട്ടോ, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞാലും അവളെ ഞാൻ റിജക്റ്റ് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നവൻ പറയുന്നതും പീറ്റ് ദേഷ്യത്തിൽ അവനെ നോക്കുവാണ്. ഇപ്പോൾ നിനക്കുള്ള ഉത്തരം കിട്ടിയില്ലേ? ഇനി എന്നെയും ക്യൂവിനെയും കുറിച്ച് മോശമായി സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് അവളെ വെറുപ്പാണെന്നല്ല പറഞ്ഞത്, അതുകൊണ്ട് നിനക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണിതെന്നവൻ പറയുന്നതും പീറ്റവനെ അടിക്കാൻ നിൽക്കുന്നതും ക്യൂ അവിടേക്ക് വരുവാണ്. അവള് ക്രിസിനോട് എന്തുപറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെന്നാണ് അവൻ അവളോട് പറയുന്നത്. പാ വിളിച്ചത് കൊണ്ടാണ് അവളിപ്പോൾ കാദിയുടെ കഫയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് ക്രിസ് അവളുടെ കൈ പിടിച്ച് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുവാണ്. ഇത് കാണുന്നതും പീറ്റിന് ദേഷ്യം വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെയാണ് ക്രിസ് അങ്ങനെ ചെയ്തത്. രാധ അവനെ ശാന്തനാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പീറ്റ് അവനെ